ഇന്നലെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയം പിന്നെ മുഴുവൻ സമയം ഈശോയോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ സ്തുതിച്ച് ആരാധനയിലായിരുന്ന സമയത്ത് ഒരു ദർശനം ഉണ്ടാകുകയും ചെയ്തു. ഈശോ ഇങ്ങനെ താബോർ മലയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഈശോ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ദൂരെയായിരുന്നു എന്നോട് കയറി വരുവാൻ പറഞ്ഞു. ഞാൻ ഓടി ഈശോയുടെ അടുത്തെത്തി. ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു വാക്ക് അവിടുന്ന് പറഞ്ഞു, നീ എൻ്റെ മഹത്വത്തിന് സാക്ഷിയാകണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തിന് സ്തുതി പറഞ്ഞു. പിന്നീട് കുറേ സമയത്തേക്ക് ഞാൻ എന്തോ ഒരു ആത്മാവിൻ്റെ ഒരു അനുഭൂതിയിലായിരുന്നു, വലിയൊരു ആനന്ദത്തിലായിരുന്നു. പിന്നീട് ഇന്ന് പ്രഭാതത്തിലെ ബ്രദർ ഇവിടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്തും വചനമല്ല, നമ്മളെ ഒരുക്ക ശുശ്രൂഷയായിരുന്നു, സ്തുതിപ്പായിരുന്നു മുഴുവൻ സമയം. ആ സമയം ആദ്യമൊക്കെ സ്തുതിക്കുവാൻ വലിയൊരു ശക്തി ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഭാഷാപരത്തിൽ സ്തുതിപ്പായി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കാണുകയാണ് ഒരു പറ്റമെന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര വലിയൊരു ജനസമൂഹം വിവിധങ്ങളായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവരുടെ ഏറ്റവും പിന്നിലായി പോവുകയാണ്. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഓടുന്നത് കണ്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. ദൈവമേ, എനിക്കൊന്ന് കാണാൻ പറ്റുന്നല്ലോ. സക്കേവൂസ് നോക്കിയതുപോലെ ഈശോയെ എനിക്കൊന്ന് കാണണം. മുന്നിൽ എന്തായാലും ഈശോ ഉണ്ട്. ഈശോ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓടുക. അപ്പോൾ ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈശോ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി ഒരുപാട് ഓടിയതിന് ശേഷമാണ് ഏറ്റവും മുന്നേ ചെല്ലുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മുന്നിൽ നടന്നു പോകുന്ന ഈശോയെ കണ്ടു വലിയ ആനന്ദത്തിലായി, വലിയ ഒരു അനുഭൂതിയിലായി. അപ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ജനങ്ങളെയല്ല ഓടിക്കുന്നത്. അപ്പോൾ പുറത്തോട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞ് പറഞ്ഞു, നമ്മൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഈശോയുടെ മുന്നേ കയറി ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഈ സമയം വരെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് വലിയ ആനന്ദത്തിലായിരുന്നു. ഹൃദയാനന്ദം കൊണ്ട് നന്ദി പറയുകയാണ്. സിസ്റ്റർമാരാരെങ്കിലും വരൂ.